പാതിരാത്രി 12 മണി. ഈ സമയപ്പോൾ എൻ്റെ മോന് ഭയങ്കര കൊതി, പാപ്പം വേണം. പാപ്പപാത്രം എടുത്ത് നോക്കിയപ്പോഴും അത് ഫുള്ള് കാലി. അന്നേരം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അന്നൊരു ദിവസം നമ്മളുണ്ടാക്കി ഫെയിലായ സാധനം ഇപ്പം വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കിഴങ്ങെടുത്ത് നമ്മൾ അങ്ങത്തട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നൈസായിട്ട് അരിഞ്ഞിട്ട് ഞാനിത് നല്ല വറുത്തെടുത്തു. സത്യം പറയല്ലോ മക്കൾ, അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് ഫ്ലോപ്പ് ആവുന്നു. ഫ്ലോപ്പ് ആയാലും കുഴപ്പമില്ല, ഇവന് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. സക്സസ് ആയതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്തും അവൻ്റെ മുഖത്തും നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനത് വറുത്തത് തന്നെ അന്നേരം തന്നെ ചൂടോടെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. ചിരി കണ്ടില്ലേ ഗൈസ്, നല്ല സന്തോഷമാണ് കേട്ടോ. അതിൻ്റെ ചിരിയാണ്. ദാണ്ട് ഈ മുട്ടക്കാട്ടം പാത്രത്തിനകത്ത് ഒരു ഇച്ചിരിയും പാപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മളത് മുഴുവനായിട്ട് അവനെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൊണ്ട് പോകുന്നൊരു പോക്ക് കണ്ടോ, എന്തൊരു സന്തോഷമാണെന്നറിയാമോ. നല്ല ക്രിസ്പി ആയിരുന്നു. ദാണ്ട് സംശയം ഈ സൗണ്ട് ഞാൻ കേൾപ്പിക്കാം കേട്ടോ. ഇതോടെ എൻ്റെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കടയിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും അവന് ലേസ് വേണം. ഇതാകുമ്പോൾ കുറച്ച് ചാറ്റ് മസാല കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ചാറ്റ് മസാല എൻ്റെ മണ്ടയിൽ തൂക്കി കൊടുത്താൽ മതി. ഇച്ചിരി ഉപ്പും മുളക് പൊടിയും കൂടെ തൂക്കി കൊടുത്താൽ മതി കേട്ടോ. അടിപൊളിയാണ്. എന്താണ്, ഞാനും കഴിച്ച് നോക്കുകയാണ് കേട്ടോ. കഴിക്കുന്നത് എനിക്ക് പോലും കിട്ടുന്നില്ല. കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും ഇവൻ തന്നെ വന്ന് വാങ്ങിച്ചു. പിള്ളേരെ നിങ്ങൾ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ. ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് ഞാനങ്ങ് സാധിച്ചു കൊടുത്തതേ ഉള്ളേ. അന്നേരം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അന്നേരം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.